ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രീസ് യൂട്യൂബ് ചാനലിലെ സിസ്റ്ററിൻ്റെ സ്വന്തം കുടുംബാംഗങ്ങളെ, റോമ 9:6 സിസ്റ്റർ എപ്പോഴും പറയാറുള്ളതാണ്, ദൈവത്തിൻ്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിരുന്നില്ല. വചനം പാദങ്ങൾക്ക് വിളക്കും പാതകളിൽ പ്രകാശവുമാണ്. 1000 പൊൻവെള്ളി നാണയത്തേക്കാൾ വിലപ്പെട്ടതാണ് ഒരു വചനം. വലിയ കൊള്ളമുതൽ ലഭിച്ചവനെ പോലെ ഒരു വചനം കിട്ടിയപ്പോൾ ഞാനതിൽ ആനന്ദിച്ചു. സങ്കീർത്തനങ്ങൾ 119 സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ വചനം വെച്ച് പ്രാർത്ഥിക്കുക, വചനം ആവർത്തിച്ച് പ്രാർത്ഥിക്കുക. ഒരു വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനങ്ങൾ 127:1. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. സങ്കീർത്തനങ്ങൾ 127:3. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. അനേക വർഷങ്ങളായിട്ട് വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുന്നു. ശത്രുത, മാതാപിതാക്കൾ മക്കൾ, മക്കൾ മാതാപിതാക്കളെ, മാതാപിതാക്കള് മക്കളെ സ്നേഹിച്ചിട്ടും മക്കൾ മാതാപിതാക്കളെ പ്രായം ചെന്നവരെ സ്നേഹിക്കാത്ത അവസ്ഥ. അതുപോലെ തന്നെ അയൽപക്കക്കാരായിട്ട്, സുഹൃത്തുക്കളായിട്ട്, സ്വന്തം സഹോദരി സഹോദരങ്ങൾ, സ്വത്തിന് വേണ്ടിയുള്ള വീട്ടിലെ ജീവിത പങ്കാളി തമ്മിലുള്ള ശത്രുത, എല്ലാറ്റിനും നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. 2 മക്കബായർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലീ ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. വീണ്ടും പഠനകാലം, ഈ കുട്ടികളുടെ പഠനം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഗ്രഹണശക്തി, ചില വിഷയങ്ങൾ പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, അതൊരു ഇഷ്ടക്കേട്. ആ വിഷയം തന്നെ ചിലർക്ക് അലർജി. ഇപ്പം ഇംഗ്ലീഷ് അല്ലെങ്കിൽ മാത്സ് ഒക്കെ ഇഷ്ടമില്ലാത്ത അവസ്ഥ, അത് പഠിക്കാൻ പറ്റാത്ത അവസ്ഥ, ഓർമ്മശക്തി ഇല്ലാത്ത അവസ്ഥ, പെട്ടെന്ന് എഴുതാൻ കിട്ടുന്നില്ല. ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഗ്രഹണശക്തി വേണ്ടി നമ്മൾ നെഹമ്യ 2:20, നെഹമ്യ 2:20. സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകും. സെഫാനിയ 3:17. നിനക്ക് വിജയം നൽകുന്ന കർത്താവായ ദൈവം യോദ്ധാവ് നിന്റെ മധ്യേയുണ്ട്. സുഭാഷിതങ്ങൾ 21:31. വീണ്ടും വിവാഹം, ലൂക്ക 18:27. അസാധ്യ കാര്യങ്ങളുടെ വചനം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. രോഗങ്ങൾ, സാംക്രമിക രോഗങ്ങൾ, അതുപോലെ പടർന്നു പിടിക്കുന്ന പകർച്ചവ്യാധികളും ക്യാൻസർ രോഗങ്ങൾ, കുഴഞ്ഞു വീണ് മരിക്കുന്നു, ഹാർട്ട് അറ്റാക്ക്, അതുപോലെ കൊറോണയ്ക്ക് ശേഷമുള്ള കോംപ്ലിക്കേഷൻസ്, അത് വാക്സിൻ എടുത്തിട്ടും എടുക്കാതെയും ഒക്കെയുള്ള ഒരുപാട് കോംപ്ലിക്കേഷൻസിലൂടെ കടന്നുകൊണ്ട് രോഗപീഠകൾ. ജ്ഞാനം 16:12 നമുക്ക് നന്നായിട്ട് അറിയാം. മരുന്നോ ലേപനൌഷധം. ജ്ഞാനം 16:10. അങ്ങയുടെ മക്കളെ വകവരുത്താൻ വിഷസർപ്പത്തിൻ്റെ പല്ലിന് കഴിഞ്ഞില്ല, അങ്ങയുടെ കാരുണ്യം രക്ഷയ്ക്കെത്തി അവരെ സുഖപ്പെടുത്തി. വീണ്ടും പ്രഭാഷകൻ 38:9. മകനെ മകളെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതുപോലെ തന്നെ യാക്കോബ് 5:15. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. അടുത്തതായിട്ട് സാമ്പത്തിക മേഖലയിൽ വന്നുകൂടുന്ന തകർച്ച, വീട് ജപ്തി, കടബാധ്യത, വീട് പണിതു, തറ പണിതിട്ടു, പിന്നെ പണിയാൻ പറ്റാത്ത അവസ്ഥ, കടബാധ്യതയിൽ മുങ്ങിക്കിടക്കുന്നു ലക്ഷക്കണക്കിന്. അതുപോലെ തന്നെ പലരെയും ലക്ഷങ്ങൾ മേടിച്ചുകൊണ്ട് ജോലി വിദേശത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചും പറ്റിച്ചും അങ്ങനെ കുരുങ്ങിക്കിടക്കുന്നവരുണ്ട്. കൊടുത്തിട്ട് അവർ തിരിച്ചു തരുന്നില്ല, ജോലിയും കൊടുക്കുന്നില്ല. അങ്ങനത്തെ അവസ്ഥ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രഭാഷകൻ 11:22. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ദൈവഭക്തന് സമ്മാനം, അത് ക്ഷണനേരം കൊണ്ട് പൂവണിയുന്നു. ദരിദ്രനെ സമ്പന്നനാക്കാൻ കർത്താവിന് ഒരു നിമിഷം മതി. പ്രഭാഷകൻ 11:22. റോമ 9:15. 10:15. റോമ 10:15. അതായത് 13 തൊട്ട് മുഴുവൻ അത് തന്നെയാണ്. യേശു നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും, അവർക്ക് വലിയ സമ്പന്നത കൈവരും. സുഭാഷിതങ്ങൾ 8:21. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് സമ്പന്നരാക്കുന്നു, അവരുടെ ഭണ്ഡാരം കലവറ നിറയ്ക്കുന്നു. ഇതൊക്കെ സാമ്പത്തിക തകർച്ചയിലേക്കുള്ള വചനങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരുപാട് വചനങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് ആ വചനങ്ങൾ വെച്ച് ആവർത്തിച്ച് പ്രാർത്ഥിക്കാം. ജെറമ്യ 15:16.
വചനം കണ്ടെത്തിയപ്പോൾ ഞാനവ ഭക്ഷിച്ചു, അവ എനിക്ക് ആനന്ദ അമൃതമായി, എൻ്റെ ഹൃദയത്തിന് സന്തോഷവും. എന്തെന്നാൽ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങയുടെ നാമമാണല്ലോ ഞാൻ വഹിക്കുന്നത്. ഇന്ന് ഡിസംബർ 3 വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ മഹാ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ഏവരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന പുണ്യവാൻ. വി ആർ ദ മെസ്സഞ്ചേഴ്സ് ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. എപ്പോഴും ഫ്രാൻസിസ് സേവ്യർ പറയുന്നതാണ്, വചന പ്രഘോഷകർ. ധ്യാന കേന്ദ്രങ്ങളിലേക്ക് മധ്യസ്ഥനായിട്ട് ഫ്രാൻസിസ് സേവ്യറാണ് ഉയർന്നു നിൽക്കുന്നത്. പുണ്യവാൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടാം. ഗോവയിലേക്ക് പ്രത്യേകിച്ച് മലയാളികൾ, കേരള മക്കൾ ഒഴുകുകയാണ് ഈ ദിവസങ്ങളിൽ. അവിടെ പുണ്യവാൻ്റെ ശരീരം തുറന്നു വെച്ചിരിക്കുന്നു. അതുപോലെ അവിടെ കുറേ പള്ളികളുണ്ട്. എല്ലാം നമുക്ക് സന്ദർശിച്ച് ആ പുണ്യവാൻ നടന്ന ആ പുണ്യഭൂമിയിൽ നമ്മൾ പാദങ്ങൾ നമസ്കരിച്ച് നമ്മൾ പോവുകയാണ്. പുണ്യവാൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ എല്ലാവർക്കും നേരുന്നു. ക്രിസ്തുമസ് ഏറ്റവും നന്നായിട്ട് ശക്തമായിട്ട് ഒരുങ്ങാനായിട്ട് എല്ലാവരെയും സിസ്റ്റർ ആഹ്വാനം ചെയ്യുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.